അതെ, പറയുന്ന കാര്യങ്ങള് വ്യക്തമാക്കി പറയണം. അല്ലാതെ അവിടെ ഇവിടെ തൊടാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാ അത് മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ ജോത്സ്യൊന്നും പഠിച്ചിട്ടില്ല. ഉള്ളിലുള്ള ഭയം മാറിയപ്പോൾ തന്നെ അവളുടെ ഉള്ളിലുള്ള കുറുമ്പിച്ചാരു ഉണർന്നു. എനിക്ക് സൗകര്യമില്ല. നിന്നോട് പെന്നും ബുക്കും എടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഈ ആദിദേവ് മാണിക്കലിന് കിട്ടില്ല. ആ, എന്നാ പിന്നെ എനിക്കും ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ. താൻ പറഞ്ഞ അരമണിക്കൂർ കൊണ്ടൊന്നും എനിക്ക് റെഡിയായി ഇറങ്ങാൻ പറ്റില്ല, ചാരു നിസ്സാരഭാവത്തിൽ പറഞ്ഞു. എടി മാക്രി, നീ എന്റെ മുന്നിൽ വലിയ ഷോ ഇറക്കല്ലേ? ഷെടാ, ഇത് വലിയ ശല്യായല്ലോ. ഞാൻ ഒരു ഷോ ഇറക്കുന്നതല്ല, ഞാൻ സത്യം പറഞ്ഞതാ. അരമണിക്കൂർ കൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് റെഡി ആവാൻ ഞാൻ റോബോട്ടൊന്നുമല്ല. അതല്ലേ കുരിപ്പൻ നിന്നോട് ഞാൻ വിളിച്ചു പറഞ്ഞത് റെഡിയായി നിൽക്കാന്. അത് തന്നെയാ ഞാനും പറയുന്നേ, പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി പറയണമെന്ന്. ദേ, തർക്കിച്ചു നിൽക്കാൻ സമയമില്ല. 10 മണിക്കാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് 9 മണിക്കെങ്കിലും ഇറങ്ങിയാലേ അപ്പോഴേക്ക് എയർപോർട്ടിൽ എത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോ സമയം 8:30 ഫ്ലൈറ്റ് എങ്ങാനും മിസ്സായ നിന്റെ തനി സ്വഭാവം നീ അറിയും. അപ്പോ പിന്നെ ഇങ്ങനെ നിന്ന് ചിലക്കാൻ ഈ നാവ് നിന്റെ വായിലുണ്ടാവില്ല. പിന്നെ നിന്റെ ഈ ചളിഞ്ഞ ബാഗും എടുത്തുകൊണ്ട് എന്റെ കൂടെ വരാൻ നിൽക്കണ്ട. ആ ഷെൽഫിന്റെ താഴെ ഒരു ലൈറ്റ് കളർ ഗ്രീൻ ട്രോളി ഉണ്ടാവും, അതെടുത്തോ. അത്രയും പറഞ്ഞ് ദേവാവിന്റെ സാധനങ്ങൾ പാക്കാക്കി ട്രോളിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവനാ പറഞ്ഞത് വളരെ കാര്യമായിട്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ചിന്തിച്ചു നിൽക്കാതെ ചാരു വേഗം ഡ്രസ്സും മറ്റും ആവശ്യമുള്ള സാധനങ്ങളുമെല്ലാം എടുത്ത് പാക്കാക്കി ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ചുരിദാറും ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവൻ കാറിലിരുന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇയാളെന്തിനെ എങ്ങനെ ഹോൺ അടിക്കുന്നേ? അച്ഛനോടും അമ്മയോടൊന്നും പറയാതെ എങ്ങനെയാ ഇറങ്ങുക? അവരെവിടെയും കാണുന്നില്ലല്ലോ ഭഗവാനെ. ഈ രാത്രി ഇപ്പോ അവരിത് എവിടെ പോയി ആവോ? ഈ വീട്ടില് പിന്നെ ആരും വരുന്നതും പോകുന്നതും ഒന്നും പരസ്പരം ആരോ അറിയില്ലല്ലോ. ചാരു ഓരോന്ന് പെറുപെറുത്തോ കൊണ്ട് അവരവിടെ തിരഞ്ഞോണ്ടിരുന്നു. ആ അച്ഛാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അവിടെ മുറിയിലെല്ലാം നോക്കി. ലിവിംഗ് റൂമിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രഭാകരന്റെ അടുത്തേക്ക് ചാരു ചെന്നു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരാഴ്ച ദേവി ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോ കമ്പനിയിലെ കാര്യങ്ങള് ഞാൻ തന്നെ കാര്യമായിട്ടൊന്ന് നോക്കണം. മറ്റേത് അവനെ എല്ലാം ഏൽപ്പിച്ചാ എനിക്ക് പിന്നെ ഒരു ടെൻഷനും ഇല്ല. അവനെല്ലാം കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്യും. മോൾ എന്തിനാ എന്നെ അന്വേഷിച്ചേ? ഞങ്ങൾ പോകുന്ന കാര്യം പറയാനായിരുന്നോ? ഹോ, അത് ദേവ് പറഞ്ഞല്ലോ. അവനാണോ പുറത്തിടുന്ന ഹോൺ അടിക്കുന്നേ? ആ അതെ. എന്നാ പൊയ്ക്കോ മോളെ. ആളെണ്ണം പറയാനൊന്നും നിക്കണ്ട. നിങ്ങൾ സേഫ് ആണെന്നുള്ള വിവരം മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക്. അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞോണ്ട് മോളെ, നിങ്ങൾ ചെല്ല്. ചാരു വേഗം പുറത്തേക്ക് പോയി കാറിൽ കയറാനായി ഫ്രണ്ട് ഡോർ തുറന്നു. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന നരനെയും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന പ്രദീപിനെയും അവൾ കണ്ടത്. സാരംഗി, ബാക്കിൽ കയറിക്കോളൂ, നരൻ ചിരിച്ചുകൊണ്ട് സൗമ്യമായി പറഞ്ഞു. അവൾ ബാക്കിലെ ഡോർ തുറന്ന് അവിടെ കയറി. ദേവ അവിടെ നിന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണിൽ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദീപ് അതിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചാരുവിനൊരു അസ്വസ്ഥത തോന്നി. അവനാണെങ്കിൽ സൈഡ് ഗ്ലാസ്സിലൂടെ അവളെ കാമ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾ ദേവിനെ ദയനീയമായി നോക്കി. നമ്മുടെ ഹണിമൂണിന് ഇവരെന്തിനാ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ അവനൊന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലാത്തത് കൊണ്ട് അവൾ മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ അവരെ എയർപോർട്ടിലേക്ക് ആക്കി തരാൻ വേണ്ടിയായിരിക്കും അവർ കൂടെ വരുന്നതെന്ന് വിചാരിച്ച് അവൾ സമാധാനിച്ചു. സമയം രാത്രിയായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ട് യാത്രയിലുടനീളം ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. എയർപോർട്ടിലെത്തിയ ശേഷം എല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി. നരനും പ്രദീപും അവരുടെ ലഗേജും കാറിന്റെ ഡിക്കിയിൽ നിന്നെടുത്തപ്പോ ശാര സംശയത്തോടെ ദേവിനെ നോക്കി. അവനെ തുറച്ചു നോക്കണ്ട സാരംഗി. ഞങ്ങൾ നിങ്ങളുടെ ഹണിമൂണിലെ കട്ടൂറും പാവാൻ വന്നതല്ല. ആക്ച്വലി ഞങ്ങൾക്കൊരു ബിസിനസ് ടൂറിന്റെ ഭാഗമായിട്ട് തായ്ലൻഡിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോ അവനും കൂടെ ടിക്കറ്റ് എടുക്കട്ടെ എന്ന കാര്യം ചോദിച്ചപ്പോഴാ അവൻ നിനക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോ പിന്നെ ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ വരികയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. നീ എന്തിനാണ് അവളോട് ഇതൊക്കെ വിശദീകരിക്കാൻ നിൽക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന്? ഹണിമൂണിന് നാട്ടുകാരെ മുഴുവൻ കൂട്ടിയിട്ടല്ലോ പോവാ. അതല്ല, അപ്പൊ നീ കാര്യങ്ങളൊന്നും ഇവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? അയ്യേ മോശം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പ്രദീപേ, നമുക്ക് വേറെ ഫ്ലൈറ്റിന് പോവാന്ന്. നമ്മളും കൂടെ ഉണ്ടാവുമ്പോ അത് അവൾക്ക് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? എന്താടി, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവന്റെ ഗൗരവമുള്ള ചോദ്യം കേട്ട് അവൾ ഇല്ല എന്ന് തലയാട്ടി. അങ്ങനെ അവർ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അതിനകത്തേക്ക് കയറിയപ്പോഴേക്കും ഫ്ലൈറ്റിന്റെ സമയമായിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിന്റെ എല്ലാ ഭയവും ചാരുവിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതവിടെ ആരോടും പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ ഒന്നും മിണ്ടിയില്ല.
ഉള്ളിലുള്ള പേടി കാരണം എയർപോർട്ടിന്റെ മനോഹാരിതയോ വിമാനത്തിന്റെ ഭംഗിയോ ഒന്നും അവൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ദേവിന്റെ അടുത്ത് തന്നെയായിരിക്കണം അവളുടെ സീറ്റ് എന്ന് വിമാനത്തിന്റെ കയറുന്നതിന്റെ തൊട്ടു മുന്നേ വരെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. വിൻഡോ സീറ്റായിരുന്നു അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവളുടെ അരികിൽ തന്നെ ദൈവമുണ്ടായിരുന്നു. ഫ്ലൈറ്റ് അനൗൺസ്മെന്റ് എല്ലാം കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്തതും ചാരുവിന്റെ അടിവയറ്റിൽ നിന്നും ഒരു സാധനം മുകളിലേക്ക് ഉരുണ്ടു കയറി അവളുടെ ചെവി അടഞ്ഞു. ചാരുവിന്റെ കൈ അവൾ അറിയാതെ തന്നെ അവന്റെ കൈയിൽ അമർന്നിരുന്നു. അവളുടെ അവസ്ഥ കണ്ടിട്ട് അവൻ അവളുടെ കൈ ചേർത്ത് പിടിച്ചില്ലെങ്കിലും അതിനെ വേർപ്പെടുത്തിയില്ല. അങ്ങനെ 5 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്കു ശേഷം അവർ തായ്ലൻഡ് എന്ന മനോഹരമായ നഗരത്തിൽ എത്തിച്ചേർന്നു. എയർപോർട്ടിൽ അവരെ പിക്ക് ചെയ്യാനായി കാർ വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരതിൽ കയറി. ആ കാർ നേരെ ചെന്ന് നിന്നത് ഒരു ലക്ഷറി ആയിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലിന്റെ മുമ്പിലാണ്. വളരെയധികം മര്യാദയോടുകൂടെ അവിടെയുള്ള സ്റ്റാഫുകൾ അവരെ സ്വീകരിച്ചു. കുറെ ആയല്ലോ സാർ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. ഇവര് പിന്നെ പതിവ് പോലെ മാസത്തിൽ ഒരിക്കൽ ഇവിടെ വരാറുണ്ട്. ഹോട്ടൽ മാനേജർ ദേവിനെ നോക്കി പറഞ്ഞു. കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി. പിന്നെ ബിസിനസ് കാര്യങ്ങൾ നടക്കാൻ ഞങ്ങൾ 3 പേരുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഒരാള് തന്നെ മതി. ഞങ്ങൾ വരുമ്പോ 3 പേര് ഒരുമിച്ച് വരുന്നേ ഉള്ളൂ. ഓ, സാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ? റൂമിലേക്ക് പോകുന്നുള്ളൂ? ആ യെസ്, നല്ല വിശപ്പുണ്ട്. ഫ്ലൈറ്റിലെ ഫുഡൊന്നും ഒരു വകക്ക് കൊള്ളില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ എത്തിയിട്ടാകാന്ന് കരുതി. എവറിത്തിങ് ഈസ് റെഡി സർ, പ്ലീസ് കം. അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡൈനിങ് റൂമിലേക്ക് മാനേജർ അവരെ കൂട്ടിക്കൊണ്ടുപോയി. ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമെല്ലാം ചാരു ആദ്യമായിട്ടാണ് കാണുന്നത്. അതിലധികവും ചൈനീസ് ഡിഷസ് ആയിരുന്നു. അതെല്ലാം എങ്ങനെയാണ് കഴിക്കുന്നത് എന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫോക്കും ജോയ്സ്റ്റിക്കും ഉപയോഗിച്ച് പ്ലേറ്റിലേക്ക് എടുത്തിട്ടപ്പോ ചാരു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ഇതൊക്കെ നിന്റെ അണ്ണാക്കിലേക്ക് വെച്ച് തരണോ ഞാനിനി? ദേവ് പതുക്കെ അവളുടെ ചെവിയിൽ ചോദിച്ചു. അവൾ ദയനീയമായി അവനെ നോക്കി. ഇതൊക്കെ എങ്ങനെ എടുക്കുന്നതോ കഴിക്കുന്നതോ എന്നൊന്നും എനിക്കറിയില്ല. ഓ, ഇങ്ങനെയൊരു മന്ദബുദ്ധിയാണല്ലോ എന്നെ തിരഞ്ഞു കണ്ടുപിടിച്ചത്. അവൻ പെറുപുറത്തുകൊണ്ട് അവളുടെ പ്ലേറ്റിലേക്ക് ചിക്കൻ ന്യൂഡിൽസ് എടുത്ത് വെച്ചു കൊടുത്തു. ഓ, ഭാര്യയെ ഊട്ടിയിട്ടേ ഭർത്താവ് ഉണ്ണുകയുള്ളൂല്ലേ? പ്രദീപിന്റെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു. എന്തു ചെയ്യാം, ഇങ്ങനെ വിവരം വിഗവും ഇല്ലാത്ത ഓരോന്ന് കൂടെ കൂടിയ വേറെ നിവൃത്തിയില്ലല്ലോ. എന്റെ ഗതികേട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. കുറച്ചെന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. എഴുന്നേൽക്കാണോ സാരംഗി? നീ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് മതി. അവൾ എഴുന്നേറ്റ് കൈ കഴുകാനായി വാഷിംഗ് ഏരിയയിലേക്ക് പോയി. വാഷ്റൂമിൽ പോവാഞ്ഞിട്ട് അവൾക്ക് അടിവയറ്റിൽ വേദനയും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് അവിടേക്കും പോവാമെന്ന് കരുതി. പക്ഷേ അവൾ അവിടേക്ക് നോക്കിയെങ്കിലും അവിടെയൊന്നും വാഷ്റൂം കാണാൻ സാധിച്ചില്ല. അവിടെയുള്ള സ്റ്റാഫുകളോട് ചോദിക്കാനാണെങ്കിൽ അവരുടെ ഭാഷ അറിയാത്തത് കൊണ്ട് അവൾ ചോദിച്ചില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക ഈശ്വര? എന്തായാലും ആ കാലമാടനോട് ഞാൻ ഇനിയൊന്നും ചോദിക്കില്ല. പരിഹാസവും കളിയാക്കലും ഇനിയും കേൾക്കാൻ വയ്യ. എന്താ സാരംഗി, എന്താ ഇവിടെ നിൽക്കുന്നേ? പുറകിൽ നിന്നുമുള്ള ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. തുടരും.